ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഈ നല്ല ദിവസം ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ ദൈവം നൽകിയ കൃപകളെ ഓർത്ത സ്തോത്രം. ഒരു ചെറിയ ചിന്ത ഞങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായം അതിന്റെ 15 ഒരു വാക്യം വായിക്കുമ്പോൾ, യേശു താനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. സ്തോത്രം. നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ആ സിറ്റുവേഷൻസ് ഒക്കെ നമുക്കറിയാവുന്നതാണ്. യേശു ക്രൂശിക്കപ്പെട്ട് മരിച്ച് കല്ലറയിൽ അടക്കി മഗ്ദലക്കാരത്തി മറിയയും ശിഷ്യന്മാരും ഒക്കെയും വച്ച കല്ലറ കാണാൻ പോകുന്ന ഒരു വേദഭാഗമാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ അവിടെ കണ്ടില്ല. അവിടെ യേശു ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കാണാതായ സമയം അവിടെ മഗ്ദലക്കാരത്തി മറിയ, യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ അവിടെ യേശുവിനെ കാണുവാൻ പോയി. ഇവനെ എവിടെ വെച്ചെന്ന് കാണുവാൻ പോയി. അവിടെ കാണാൻ പറ്റിയില്ല. ഉയർത്തെഴുന്നേറ്റു. ഈ സംഗതികളൊക്കെയും അവിടെ നിൽക്കുന്നവർ, അതിന്റെ താഴോട്ടുള്ള ഭേദഭാവം 12 13 വാക്യത്തിലൊക്കെ, അന്ന് തന്നെ അവരിൽ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മവോസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ സംഭവിച്ചതൊക്കെയും ഇങ്ങനെ സംസാരിച്ചു. പലരും ഇങ്ങനെ നടന്നു പോകുമ്പോൾ യേശു താനും അടുത്ത് ചെന്ന് അവരോട് ചേർന്ന് നിന്നു. അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. സ്തോത്രം. നമുക്ക് ഒരാളുടെ കൂടെ നമുക്ക് നടക്കുവാൻ പറ്റും. എന്നാൽ ഈ ചേർന്ന് നടക്കുവാൻ അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ചേർന്ന് നടക്കുക എന്ന് പറയുമ്പോൾ അതെല്ലാരെയും കൊണ്ടും സാധ്യമല്ല. നമുക്ക് കുറച്ച് ഒരു ഗ്രൂപ്പിന്റെ കൂടെ നടക്കുവാൻ പറ്റും. ഒരാളുടെ കൂടെ അല്ലെ 2 പേരുടെ കൂടെ നമുക്ക് നടക്കുവാൻ പറ്റും. പക്ഷേ അവരോട് ചേർന്ന് നടക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. കാരണം അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അത് ഓരോ മനസ്സിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ളവർക്കേ ഒരാളുടെ കൂടെ ചേർന്ന് നടക്കുവാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. നമ്മൾ ചിലരെ ചേർന്ന് നടക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ, നമുക്ക് നോക്കാം, നമ്മളും പറയാറില്ലേ, അവർക്ക് അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് അവർ ചേർന്ന് നടക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നടക്കുക, ചേർന്ന് നടക്കുക എന്നൊക്കെ ഉള്ളതിനകത്ത് വലിയ അർത്ഥമുണ്ട്. ഇവിടെ യേശു അവരോട് ചേർന്ന് നടന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് അവനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. അപ്പൊ ചില കാര്യങ്ങൾ നമ്മുടെ നിരോധിച്ചിരിക്കുന്നത് ചില വലിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണ്. ഇവിടെ യേശു ആണെന്ന് അറിയാതെ അവർ കഥ പറഞ്ഞിങ്ങനെ നടക്കുവാണ്. അപ്പം അവര് താഴോട്ടുള്ള വേദഭാഗത്തിലൊക്കെയും അവരെ ഇത് വിശ്വസിക്കാത്തതുകൊണ്ട് യേശു അവിടെ ഉപദേശിക്കുന്ന ഭാഗങ്ങളൊക്കെ താഴോട്ട് വായിക്കാൻ പറ്റും. അതിന്റെ 25 വാക്യത്തിൽ, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടം അനുഭവിച്ചിട്ട് തന്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. ഓരോ പിറുപിറുപ്പുകളിലൊക്കെ നടുവിൽ അവിടെ യേശു അവിടെ അവരെ ഉപദേശിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവരോട് കാര്യങ്ങളെ പറയുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് അവിടെ തിരുവെഴുത്തിനെ കുറിച്ചൊക്കെ ഉള്ളത് വളരെ വിവരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ചില കാര്യങ്ങളെ നിരോധിച്ച് കളയുന്നത് ദൈവം തന്നെയാണ്. ചില കാര്യങ്ങൾ നമ്മളിൽ നിന്ന് കൂടെ നടക്കുമ്പോൾ അവൻ ചിലത് അറിയും. നമ്മളെ നിരോധിച്ച് ആ ഒരു സമയത്ത് നമ്മുടെ കണ്ണുകളെ, നമ്മുടെ മനസ്സിനെയൊക്കെ നിരോധിക്കുന്ന സമയത്തും നമ്മൾ അവനുമായിട്ട് കൂടുതൽ അടുക്കുന്നുണ്ടോ? നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ എന്താണ്? നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? നമ്മൾ എന്താണ് പ്രവർത്തിക്കാൻ പോകുന്നത്? നമ്മുടെ നിരൂപണങ്ങൾ എന്താണ്? എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? ഇങ്ങനെയൊക്കെ നമുക്കറിയാം. ചിലരെ കണ്ടില്ല, ചിലർ കൂടെ നടന്നെന്ന് പറഞ്ഞാലും ചിലരെ മനസ്സിലാക്കണമെന്നില്ല. സ്തോത്രം. ചിലരെ അടുത്ത ഇടവഴിയെന്ന് പറഞ്ഞാലും ചിലര് മനസ്സിലാക്കണം എന്നില്ല. സ്തോത്രം. എന്നാൽ അവർ വീട്ടിൽ വന്ന അതിന്റെ താഴെ അപ്പം എടുത്ത്
യേശു നുറുക്കിയൊക്കെ കൊടുത്ത സമയത്ത് ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ അവനെ അറിഞ്ഞു. ചില കാര്യങ്ങൾ അങ്ങനെയാണ്. ലാസ്റ്റ് മൂമെന്റിലായിരിക്കും, എല്ലാം അവസാനിക്കാൻ പോകുന്ന ആ സമയത്തായിരിക്കും ചില വിടുതലുകളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുക. അന്നേരം അവരുടെ കണ്ണ് തുറന്നു. അതിന്റെ ആ 32-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യം, അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്നവർ തമ്മിൽ പറഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, യേശു അവന്റെ വചനങ്ങൾ തിരുവഴുത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വചനം ഉള്ളിൽ ചെല്ലുമ്പോൾ ചില കത്തലുകൾ ഉണ്ടാകും. അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. അത്രയും വാഞ്ചയോടെ ഇരിക്കുന്നവർക്ക്, അത്രയും ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, അത്രയും ശ്രദ്ധയോടെ ഇരിക്കുന്നവർക്ക് ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ ഉള്ളിൽ ഒരു കത്തലുണ്ടാവും. അതാണ് ഇവിടെ സംഭവിച്ചത്. അവൻ ആ തിരുവഴുത്തുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് അവരോടുകൂടെ നടന്നപ്പോൾ അന്നേരം അവരുടെ ഉള്ളിൽ ഒരു കത്തലുണ്ടായി. എന്തോ ഒരു ആത്മീയ വാഞ്ച അവരുടെ ഉള്ളിലുണ്ടായി. അതെന്താണെന്ന് അവർക്ക് അന്നേരം മനസ്സിലായില്ല. എന്നാൽ വന്ന് അപ്പം നുറുക്കി അവർക്ക് കൊടുത്ത ആ ഭാഗത്തൊക്കെ ആയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതാരാണ്, ഇവന് ആരാണ് ഈ തിരുവചനം പറയുന്നതെന്നും അവനെ അറിഞ്ഞപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു കത്തലുണ്ടായി. അതേ പ്രിയപ്പെട്ടവരെ, യേശുവിനെ അറിയുന്ന നിമിഷം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷം, യേശു നിങ്ങളുടെ ഉള്ളിൽ വരുന്ന നിമിഷം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വരുന്ന നിമിഷം, ചില കത്തലുകളൊക്കെയും നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ആ കത്തലിൽ നിന്നാണ് ഹല്ലേലൂയ നിങ്ങളുടെ ജീവിതത്തിന്റെ മാനസാന്തരങ്ങൾ, നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നുള്ള വിടുതലുകൾ, നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങൾ എന്ത് ആവശ്യങ്ങളുമായിരിക്കുകയാണോ അതിൽ നിന്നൊക്കെയും ഒരു വിജയം, ഒരു ജയം ഞങ്ങൾക്കുണ്ടാവും. ആ ഉള്ളിൽ നിന്നുള്ള കത്തലുകൾ ഉണ്ടാകണം ജീവിതത്തിൽ. എങ്കിലേ ജീവിതത്തിൽ നമുക്ക് ഹല്ലേലൂയ നന്മകളെ കൈവരിക്കുവാൻ സാധ്യമാകുകയുള്ളൂ. ഈ വചനങ്ങളാൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. May God bless you in Jesus' name. ആമേൻ. നമ്മൾ ചേർന്ന് നടക്കുന്നവരാകട്ടെ, അകന്ന് നടക്കുവാനല്ല, ചേർന്ന് നടക്കുന്നവരാകട്ടെ. ജീവിതത്തിൽ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ, മറ്റുള്ളവരുടെ സന്തോഷങ്ങളിൽ, ദുഃഖങ്ങളിൽ, അവരുടെ വിഷമഘട്ടങ്ങളിലൊക്കെ നമ്മൾ അവരോട് കൂടെ ചേർന്ന് നടന്ന് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.